ഹായ് ഗൈസ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനിയിലൊക്കെ കണ്ട് വീണ്ടും ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. HW33+ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മാക്സിമം മറ്റുള്ളവർക്കും ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതുപോലൊരു ബോക്സിലാണ്. ഇതിനു മുമ്പൊക്കെ ചെയ്തൊക്കെ ബ്ലാക്കും വൈറ്റൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഒരു വെറൈറ്റി ഒരു കളറാണ്. HW33+ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻ്റ് എന്നുള്ളത് ഒരു യെല്ലോ ബോക്സിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മോളത്തിനോട് കാണാൻ സാധിക്കുന്നത് വാച്ചിൻ്റെ ഒരു ഡിസൈനോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വാച്ച് ഫേസ് ഉണ്ട്. പിന്നെ വാച്ചിൻ്റെ മോഡൽ നമ്പറോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വയർലെസ് ചാർജറോടെ കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. പിന്നെ വേറെ ബോക്സിൽ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ കളർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തുള്ള ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. വേറെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊന്നും ബോക്സിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കവറൊക്കെ ഒന്ന് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വാച്ച് ഒന്ന് പുറത്തെടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു സംഭവമാണ് കാണുന്നത്. നമുക്കിവിടെ വാച്ച് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാച്ചിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് വേറെ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കവർ മാറ്റി വെക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചാർജറാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു എന്താ പറയുക, പ്യുവറായിട്ടുള്ളൊരു വയർലെസ് ചാർജറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. വേറെ പിന്നെ ഇവിടെ കാണുന്നത് നമുക്ക് നമ്മുടെ വാച്ചാണ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ വാച്ച്. അപ്പോൾ വാച്ച് ഇവിടെ ഇരിക്കട്ടെ. വേറെ പിന്നെ ബോക്സിൽ വന്നിട്ടുള്ളത് ഒരു കാറ്റലോഗാണ് വന്നിട്ടുള്ളത്. സാധാരണ നോർമൽ എല്ലാ ഇതിലും വരുന്ന പോലെ തന്നെ വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ചൈനീസും അതുപോലെ തന്നെ ഇംഗ്ലീഷും ആയിട്ടുള്ളൊരു യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ. അപ്പോൾ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബോക്സിലില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വാച്ചിൽ ഒരു കവറിലൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എന്താ പറയുക, സ്ട്രാപ്പൊക്കെ ഓൾറെഡി ഫിറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെപ്പറേറ്റ് ഒന്നല്ല. നമ്മളിത് മുമ്പ് ചെയ്ത വാച്ചുകളിലൊക്കെ സ്ട്രാപ്പ് വേറെയും പിന്നെ നമ്മളെ വാച്ച് വേറെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ട്. ഇത് തന്നെ ഫിറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്താ പറയുക, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പ് തന്നെയാണ്. സാധാരണ നോർമൽ എല്ലാം വരുന്ന പോലെ തന്നെ നമുക്കിത് ഊരി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ മോഡൽ വന്നിട്ടുള്ളത്. സാധാരണ വരുന്ന അതുപോലെ തന്നെ 44 mm ആണ്. പിന്നെ ആപ്പിൾ വാച്ച് സീരീസ് 6ൻ്റെ സെയിം കോപ്പിയാണ് വന്നിട്ടുള്ളത്. വേറെ കാര്യങ്ങൾ ഡിസൈനിലും അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ മെയിൻ പവർ ബട്ടണാണ്. പിന്നെ ഇവിടെ ഒരു ക്രൗൺ ഉണ്ട്, വർക്കിങ്ങുള്ള ക്രൗണാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മൈക്കും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കറുകളിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ എല്ലാത്തിനും വരുന്ന പോലെ തന്നെ സെറാമിക്കാണ്. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വാട്ടർ പ്രൂഫാണ് നമ്മളെ വാച്ച് ഡിവൈസ് വന്നിട്ടുള്ളത്. IP67 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ തന്നെയുള്ള വാച്ചിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. പിന്നെ സ്ട്രാപ്പ് നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലത്തെ അത്ര ഒരു ലോക്കലൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു എന്താ പറയുക സിലിക്കോൺ സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള കളർ കേട്ടോ. ബ്ലൂ വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. ഞാൻ നോക്കിയിരുന്ന റെഡ് കളറാണ്, പക്ഷേ റെഡ് കളർ കിട്ടിയില്ല, അവിടെ സ്റ്റോക്ക് ഇല്ല. പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ബ്ലൂ പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും ആയിരുന്നു. അപ്പോൾ ഞാൻ ബ്ലൂ ആണ് എടുത്തത്. ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ ഒരു ബ്ലൂ വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. HW22 എന്ന് പറഞ്ഞൊരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വാച്ചിൻ്റെ ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വാച്ച് ഒന്ന് ബൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ച് ഓൺ ചെയ്യാനായിട്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വന്നിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാച്ച് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഒരു മ്യൂസിക് കൂടി കൂടിയിട്ടാണ് വാച്ച് ഇവിടെ ഓണായി വന്നിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നിലവിൽ ഇതിലുള്ള ഒരു വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് എത്ര വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനോട് ജസ്റ്റ് നമ്മൾ ഈ ക്രൗൺ ഉണ്ടല്ലോ, ഈ ക്രൗൺ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറി വരുന്നത് കാണാൻ സാധിക്കും. ഇതിൽ 15 വാച്ച് ഫേസ് ഈ വാച്ച് തന്നെ ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത വാച്ചിൽ ഇത്രയൊന്നുമില്ല, അതിലാകെ 7 വാച്ച് ഫേസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാച്ച് ഫേസും പിന്നെ നമ്മളെ
മൊബൈലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിലോട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ ഒരു ടൈപ്പ് മാത്രം മെനു സ്റ്റൈൽ ഉണ്ടായിരുന്നത്. ഇതിൽ അത്ര മെനു സ്റ്റൈൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഈ ഒരു ക്രൗൺ ഉണ്ടല്ലോ, ഈ ക്രൗണ് ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു മെനു സ്റ്റൈലാണ് വന്നത്. സാധാരണ നോർമൽ ആപ്പിൾ വാച്ചിൽ വരുന്ന സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു മെനു സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെനു സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ക്രൗണിലൊരു ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് വരും. പിന്നെ ജസ്റ്റ് ഒന്നും കൂടി ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 9 apps മോഡ്, അങ്ങനെ 3 ടൈപ്പ് മെനു സ്റ്റൈലാണ് ഈ വാച്ചിൽ കമ്പനി ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. മാറ്റം അത് തന്നെയാണ്, വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സാധാ എല്ലാ ഇതിലുള്ള പോലെ തന്നെ നമുക്ക് എന്താ പറയുക, എല്ലാ സ്പോർട്സ് മോഡ്സും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ചിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വാച്ച് ഫേസ് മാറാനാണ് സംഭവം ഉണ്ടാവുക. താഴ്ന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ മെസ്സേജ്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് എല്ലാം കണക്ട് ആവും. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് എന്താ പറയുക ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അവിടെ ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഫുള്ളിലാണ് കിടക്കുന്നത്. പിന്നെ വേറെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങളവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിലുണ്ട്. നോക്കാം. അപ്പോൾ അതിന് മെനു സ്റ്റൈൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും ഹാർട്ട് ബീറ്റ്, ഈ ഒരു രീതിയിൽ അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും കാര്യങ്ങളൊക്കെ. നമ്മൾ കഴിഞ്ഞ വാച്ച് ചെയ്ത അതുപോലെ തന്നെ വെയർ ഫിറ്റ് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ വാച്ചിലും നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. നമ്മളെ ക്യാമറ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ക്യാമറ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് സ്പോർട്സ് മോഡ്, അതായത് ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒട്ടനവധി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. സാധാരണ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ചിലുള്ള എല്ലാ വക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലും അവൈലബിൾ ആയിട്ടുണ്ട്. വാച്ച് ഒന്ന് കയ്യിൽ കെട്ടി നോക്കാം. നമുക്ക് സ്ട്രാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ കിട്ടാം ഇതിൻ്റെ സ്ട്രാപ്പും വന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് കൈ കെട്ടാൻ എന്നും പറഞ്ഞാൽ തന്നെ വളരെ എളുപ്പമാണ്. ഉണ്ടോ, നല്ല രീതിയിൽ തന്നെ ഫിറ്റായി കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കപ്പ് ഗസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എത്രത്തോളം ഫാസ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് ബാക്കപ്പ് ഗസ്റ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചാർജർ, വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മളെ ചാർജർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്യുവറായിട്ടുള്ള വയർലെസ് ചാർജറാണ്. ഇതിന് മുമ്പൊക്കെ വന്നിരുന്ന ആ രീതി തന്നെയാണ്. ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റാണ്. ഇതിൻ്റെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്താണ് ഇട്ട് നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഉണ്ടോ, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ വയർലെസ് ചാർജിങ് ആണ്. അപ്പോൾ ഇത് തന്നെ അതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് സംഭവങ്ങളോട് കൊടുത്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പ്രോഡക്റ്റിൻ്റെ നെയിം, അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ഒരു ഡിസ്പ്ലേൻ്റെ സൈസ് വന്നിട്ടുള്ള 250x280 അതുപോലെ തന്നെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും 190 mAh ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ എന്ന് പറഞ്ഞത് 5.2 ആണ്. വാട്ടർ പ്രൂഫ് IP67 ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഇത് ആൻഡ്രോയിഡ് പിന്നെ 5 മുതലും iOS 10 മുതലാണ് ഈ വാച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് കാറ്റലോഗിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വാച്ച് ഒന്ന് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ട് അതിലുള്ള വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ ഫോണിലൊരു ഫോട്ടോ എങ്ങനെ അതിലോട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള കാര്യം കൂടി നോക്കുക. ഓക്കെ, നമ്മളെ വാച്ച് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും HW33+ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്, കണക്റ്റായി കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് പുതിയ വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ എന്താ പറയുക സെൻസറും കാര്യങ്ങളൊക്കെ ഹാർട്ട് റേറ്റ്, അതുപോലെ തന്നെ BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സംഭവമാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞ ഒരുപാട് സ്പോർട്സ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാൾക്ക്, അതുപോലെ സൈക്ലിങ്, അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഇവിടെ കാണാൻ സാധിക്കും വാച്ച് ടൈപ്പ് കാര്യങ്ങളതൊക്കെ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സെയിം ആപ്ലിക്കേഷനാണ്. ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. ഫ്രീ ആയിട്ടുള്ള നമുക്കിവിടെ ഇൻസ്റ്റാളേഷൻ എന്നുള്ള ഇവിടെ കാണിക്കും, ഈ ഒരു സംഭവമായിട്ട് ഇവിടെ കാണിക്കും. പെയ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഡോളേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു വാച്ച് ഫേസിൻ്റെ താഴായിട്ട് കാണിക്കും.
അപ്പോൾ നമുക്ക് ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഏറ്റവും ലാസ്റ്റ് നമ്മളെ മൊബൈലിലുള്ളൊരു ഫോട്ടോ ഇതിൻ്റെ വാച്ച് ഫേസ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്നാൽ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ വേറൊരു പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറയുക, ഈ പ്ലസ്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അലോ കൊടുക്കുക. അപ്പോൾ ഗാലറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏതാ ഫോട്ടോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. അത് ഈ ഒരു ഫോട്ടോ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, ക്രോപ്പ് ചെയ്തിട്ട് ഏത് ഭാഗത്ത് വേണ്ടെന്ന് ഈ രീതിയിൽ വെക്കാൻ കാര്യങ്ങളൊക്കെ പറ്റും. എന്നിട്ട് ഇവിടെ കൊടുക്കുക, ക്രോപ്പ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഡയൽ പാഡ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ എന്താ പല രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ബ്ലൂവിലാണ്, അതുകൂടെ പല കളർ ടോൺ കാര്യങ്ങളൊക്കെ അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് മുകൾക്കായിട്ട് മാറ്റാം, അതുപോലെ സെൻറ്ററിൽ വെക്കാം, താഴോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഇൻസ്റ്റലേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇവിടെ സ്പോട്ടിൽ തന്നെ നമ്മളെ വാച്ചിലും അതൊരു രീതിയിൽ തന്നെ അതവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വാച്ചിലോട്ട് നമ്മളെ വാച്ച് ഫേസ് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വാച്ച് ഫേസ് ഇവിടെ ഇത് നമ്മളെ വാച്ചിലോട്ട് ആഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇവിടെ ആഡായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് സംഭവം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നിയാസ് മുണ്ടക്കാറ്റ് സൈനിങ് ഓഫ്. ബൈ.